ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ നമുക്ക് പിന്നെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ പാസ്സായി പിൻ നമ്പർ കിട്ടണമെന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ പിൻ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് വരാവുന്ന ക്വയറീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. കുറേ വരാറുണ്ടായിരിക്കും, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട്, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ നോട്ടറി ചെയ്ത കോപ്പിയായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ അത് അറ്റസ്റ്റ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നല്ല കറക്റ്റായിട്ട് സീലൊന്നും വീണിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അതിന് ക്ലാരിഫിക്കേഷനും ബാക്കിയെല്ലാം കൊടുത്തിട്ടാണ് അത് ഓക്കെ ആയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ടറിയുടെയൊക്കെ അറ്റസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള സ്റ്റാമ്പ്, സീല്, അവരുടെ ആ ഒരു അഡ്രസ്സും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ക്വയറീസ് വരുന്തോറും നമ്മുടെ പിൻ നമ്പർ നല്ല ഡിലേ ആയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പാടായിരുന്നു. പിന്നെ നമുക്ക് പിൻ നമ്പർ കിട്ടാൻ പലർക്കും പല കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമുക്കിതൊക്കെ ഒത്തിരി ഡിലേ ഉണ്ടാവും. നമ്മൾ അഡാപ്റ്റേഷൻ പാസ്സായെന്ന് പറഞ്ഞിട്ടോ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഓക്കെ ആയെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് അതിൻ്റെയും ഇവക്കും വന്നിട്ടുണ്ടായിരുന്നു കുറേ. നിനക്ക് എന്തൊക്കെയായിരുന്നു നീ വന്നത്? എനിക്ക് വന്നത് രജിസ്ട്രേഷൻ എക്സ്പേർട്ട് ആയി കഴിഞ്ഞിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസിന് വാല്യൂ ഇല്ല. രജിസ്ട്രേഷനോടെ വർക്ക് ചെയ്യുന്നതിലും വാല്യൂ. അതെ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ രജിസ്ട്രേഷൻ കേൾക്കാൻ പറ്റുന്നോന്നൊരു സംശയമുണ്ട്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇവള് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാൻ കൂടി, രജിസ്ട്രേഷൻ ചിരിക്കണ്ട, ഞാനൊന്നുകൂടെ പറയാം. നമുക്ക് നാട്ടിൽ നമ്മുടെ ഇപ്പോൾ കേരള രജിസ്ട്രേഷൻ വാലിഡ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പക്ഷേ ഇവളുടെ സമയത്ത് ഇവക്ക് ആ ഒരു രജിസ്ട്രേഷൻ എക്സ്പയറി ചെയ്യാൻ കയറുമ്പോൾ രജിസ്ട്രേഷനോടെയാണ് കയറിയത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ എക്സ്പേർട്ട് ആയിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സമയത്ത്. പക്ഷെ അവൾ മെറ്റേണിറ്റി ലീവായിരുന്നു, അവൾ വർക്ക് ചെയ്തിട്ടില്ല ആ സമയത്ത്, ലീവായിരുന്നു. പക്ഷേ അല്ലേ പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കും. അതിന് പിന്നെ ഞാൻ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് കയറുമ്പോൾ രജിസ്ട്രേഷനോടെയാണ് കയറുന്നതൊക്കെ. പിന്നെ ആ ഒരു ലീവിന്റെ സമയത്ത് പുതുക്കിയെടുത്തു അല്ലേ? ആ ഒരു ഗ്യാപ്പിൽ രജിസ്ട്രേഷൻ ഇല്ല. ഒരു ചേച്ചി ഞാൻ രജിസ്ട്രേഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്തു എന്നാണ് വിചാരിച്ചത്. ബാക്കി പറ, ഞങ്ങൾ ക്രോസ് ചെയ്യുമായിരുന്നു കേട്ടോ. സോറി. അപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളപ്പോൾ പലരും എന്നെ പോലെ തന്നെ പലരും രജിസ്ട്രേഷനോടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ രജിസ്ട്രേഷൻ എക്സ്പേർട്ട് ആയിരുന്നു, നമ്മളത് ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ അതിന് പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ അത് ഓർത്ത് നമ്മൾ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. പക്ഷേ 6 മാസം ആ രജിസ്ട്രേഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നതിന് വാല്യൂ ഇല്ല ഇവിടെ. നമ്മൾ ലാസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ആ രജിസ്ട്രേഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്തതിൻ്റെയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അതിലിവിടെ വാല്യൂ ഇല്ല. അവരതൊക്കെ നോക്കും, രജിസ്ട്രേഷനോടെ വർക്ക് ചെയ്യുന്നതിലാണ് വാല്യൂ. അപ്പോൾ അതും ക്വയർ വരും. അപ്പം നമ്മളിത് അതെങ്ങനെ മാനേജ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലുകാരുടെ ലെറ്റർ വാങ്ങിച്ചു. ഈ സമയത്ത് മെറ്റേണിറ്റി ലീവായിരുന്നു എന്നുള്ളതിൻ്റെ ഹോസ്പിറ്റലുകാർ ക്ലാരിഫിക്കേഷൻ തന്നു. അതുപോലെ തന്നെ പിന്നെ ഈ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ പേപ്പേഴ്സ് വെച്ചിട്ടും അവർക്കൊരു ജെന്യൂൻ ആണെന്ന് തോന്നുന്നില്ല. അപ്പം അത് വെച്ച് ഇവള് തന്നെ അയച്ചിട്ടും അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു നോട്ടറി, നമ്മൾ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വീണ്ടും അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി ആക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ അവരെ കൊണ്ട് നമ്മൾ എഴുതിപ്പിച്ച് ബാക്കി ഇതെല്ലാം കൂടെ അയച്ചപ്പോഴാണ് ഇവർക്ക് പിൻ നമ്പർ വന്നത്. അപ്പം നമ്മളിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരുന്നവർ നിങ്ങളുടെ രജിസ്ട്രേഷനും അങ്ങനെ എക്സ്പീരിയൻസും ഒക്കെ പക്ക ക്ലിയർ ആക്കിക്കൊണ്ട് വേണം വരാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും നമുക്ക് ഒത്തിരി ഡിലേ വരും. നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡോ അഡാപ്റ്റേഷനോ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ പിൻ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ചിലർ ലീവിലായിരിക്കും. നമ്മളല്ലാതെ തന്നെ വർക്ക് ചെയ്താൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടാണ് നമ്മൾ അന്നേരം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാലറി അതുപോലെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിൻ നമ്പർ കിട്ടിയാലേ പിൻ നമ്പർ കിട്ടുന്ന അന്നേരം മുതൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ സാലറിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന കുറേ ഫ്രണ്ട്സിന് വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ് സ്റ്റാൻഡിങ്
നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലത്തെ ഗുഡ് സ്റ്റാൻഡിങ് അതൊക്കെ വാലിഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് കുറേ താമസം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും അവരത് ക്വയറി ഇടും. നമ്മുടെ പേരിലാണെങ്കിലും എന്തെങ്കിലും ഇതിലാണെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വയറേ വിടണം. അപ്പോൾ അതെല്ലാം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതെല്ലാം നോക്കണം. നമ്മൾ എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ അയച്ചു കൊടുക്കാനായിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് ഓരോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അയർലൻഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാലേ ഒരു ഭയങ്കര കടമ്പയാണ് സത്യത്തിൽ. ഈ DL എടുക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്തോരം പേപ്പേഴ്സാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാലും അതിലൊന്നും കാര്യമില്ല. അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ വന്ന് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പാസ്സായില്ലെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അതും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ പിൻ നമ്പറിൻ്റെ സമയത്ത് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ്, നമ്മുടെ രജിസ്ട്രേഷൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിരിക്കണം. ഈവൻ എനിക്ക് വന്നത് കണ്ടില്ലേ, പാസ്പോർട്ട് അറ്റസ്റ്റ് ചെയ്ത പേപ്പറിന് പോലും നമുക്ക് ക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടഫാണ് നമ്മുടെ NMBയുടെ ആ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെങ്കിലും? കുറേ ക്വയറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലായിട്ടും ഗുഡ് സ്റ്റാൻഡിങ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള രജിസ്ട്രേഷൻ വാലിഡ് ആണോ എന്ന് നോക്കുക. കാരണം എക്സ്പീരിയൻസിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു കൺട്രിയിലെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് എന്ത് ക്വയറി വരുമെന്ന് അറിയത്തില്ല. നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്തത് നമ്മുടെ OETയുടെ പേപ്പർ സബ്മിറ്റ് ചെയ്തു, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു സബ്മിറ്റ് ചെയ്തു, പിന്നെ നമുക്കിവിടെ നിന്ന് അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നു? പിന്നെ അവർ വെരിഫൈ ചെയ്യും നമ്മുടെ എല്ലാം. അപ്പോഴാണ് നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും അതും അങ്ങനെയൊക്കെയുള്ള ക്വയറീസ് വരുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെല്ലാം സർട്ടിഫിക്കറ്റുകളെല്ലാം നല്ല കറക്റ്റാക്കി എല്ലാ കാര്യങ്ങളും പക്കായിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അതെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറാൻ പറ്റും. വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.